വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ ഈ ND അപ്പച്ചനും KK ഗോപിനാഥനും പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നില്ല എന്ന സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ KK ഗോപിനാഥന്റെ വീട് ഇതിനിടയിൽ പോലീസ് റെയ്ഡ് ചെയ്യുകയും നിർണായക രേഖകളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വയനാട്ടിൽ നിന്ന് അനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി. അനൂപ്, ഗുഡ് മോർണിംഗ്. അനൂപ്, KK ഗോപിനാഥനും ND അപ്പച്ചനും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് വീണ്ടും ഹാജരാക്കും. രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. പല ചോദ്യങ്ങൾക്കും ഇരുവർക്കും മറുപടിയില്ല എന്നാണ് കേൾക്കുന്നത്. ഒപ്പം തന്നെ ഈ ഗോപിനാഥന്റെ വീട്ടിൽ നിന്ന് നിർണായകമായ പല രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും അറിയാനും കഴിയുന്നു. മനു, NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കേസ് ചുമത്തപ്പെട്ട രണ്ടുപേരുടെ മൊഴിയെടുക്കലാണ് കഴിഞ്ഞ ദിവസം നടന്നത്. DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥന്റെയും. KK ഗോപിനാഥന്റെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ തെളിവ് ശേഖരണം നടത്തിയത്. വീട് റെയ്ഡ് ചെയ്തു. ചില നിർണായക രേഖകൾ പോലീസ് കണ്ടെത്തി. കേസുമായി ബന്ധപ്പെട്ട കേസിന് ഗുണകരമാവുന്ന ചില രേഖകളാണ് ഇതെന്നാണ് പോലീസിന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും KK ഗോപിനാഥനെ ഏതാണ്ട് ഉച്ചവരെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോയി വീട് റെയ്ഡ് നടത്തുകയും അനുബന്ധ രേഖകളും മറ്റും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ND അപ്പച്ചനെയും ഇന്നലെ രാവിലെ 10 മണി മുതൽ ചോദ്യം ചെയ്തു. 4:30 കൂടിയാണ് വൈകിട്ട് 4:30 കൂടിയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. ഇരുവരിൽ നിന്നും ഈ കേസിനാസ്പദമായ വിവിധ സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ ഡയറി കുറിപ്പുകളിലെ വിവരങ്ങൾ ചോദിച്ചറിയാതെ NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പിലും അതോടൊപ്പം ഡയറി കുറിപ്പിലും ചില നിർണായകമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഡയറി കുറിപ്പിൽ പണമിടപാട്, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എഴുതി ചേർത്തിരുന്നു. അത് മാത്രമല്ല ചില ഫോൺ സംഭാഷണങ്ങളും ഡീറ്റെയിൽ തെളിവുകളും അനുബന്ധമായി പോലീസ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കോടതിയിൽ കൊടുത്ത കേസ് ഡയറിയിൽ ഉൾപ്പെട്ട ചില ഫോൺ സംഭാഷണങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അതെല്ലാം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതായിരുന്നു ഇന്നലെ പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഏതായാലും അത് സംബന്ധിച്ച് ചില ചോദ്യങ്ങളിൽ അവർ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും പല ചോദ്യങ്ങൾക്കും അറിയില്ല എന്ന ഉത്തരം നൽകുകയും മറ്റും ചെയ്തു. ഏതായാലും രണ്ടുപേരെയും വേറെ വേറെ മാറ്റിയിരുത്തിയാണ് ഇന്നലെ ചോദ്യം ചെയ്തതെങ്കിൽ ഇന്ന് ഇനി ഒരുപക്ഷെ അവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഇന്ന് ഉണ്ടാവുക. ഏതായാലും ഇന്നും ആ രീതിയിൽ ഇവരെ ചോദ്യം ചെയ്യുന്നത് തുടരും. ക്രൈംബ്രാഞ്ച് DYSP സ്ഥലത്തില്ല. ഈ അന്വേഷണത്തിന് മേൽനോട്ട ചുമതല വഹിക്കുന്ന ബത്തേരി DYSP KK അബ്ദുൽ ഷരീഫാണ് പ്രധാനമായും ഈ കേസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അന്വേഷിച്ചു വന്നത്. അദ്ദേഹത്തിന് തന്നെയാണ് ഈ അന്വേഷണ ചുമതല ഈ കേസുമായി ബന്ധപ്പെട്ട്. അതിനിടയിൽ KK ഗോപിനാഥന്റെ വീട് പോലീസ് പരിശോധിച്ചു. ചില നിർണായക രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് കേൾക്കുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അതെ, ഈ കേസിനാസ്പദമായിട്ടുള്ള ചില രേഖകൾ, അതായത് ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചത്. നേരത്തെയുള്ള ചില രേഖകൾ, അതിൽ തന്നെ പലതും ഈ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും അതിന്റെ കുറച്ച് അല്പം കൂടി വിശദാംശങ്ങൾ ഏതായാലും അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. ഏതെങ്കിലും രേഖകളാണ് പോലീസ് പിടിച്ചിട്ടുള്ളത്, അത് ഈ കേസിന്റെ അന്വേഷണത്തിന് തുടർന്നുള്ള ഘട്ടങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ സഹായകമാവുമോ എന്നെല്ലാം കാര്യങ്ങൾ സംബന്ധിച്ച് അല്പം വിശദാംശങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. ഏതായാലും ഇന്ന് തന്നെ അക്കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്കൊരു വിവരം ലഭിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ക്രൈംബ്രാഞ്ച് DYSP നേരത്തെ സൂചിപ്പിച്ച ക്രൈംബ്രാഞ്ച് DYSPയെയും അതോടൊപ്പം ഒരു ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറെയും ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘമുള്ളത്. അന്വേഷണ ചുമതല ബത്തേരി DSP അബ്ദുൽ ഷരീഫിന് തന്നെയാണ്. അത് 5 സംഘമാണ് ഈ ചോദ്യം ചെയ്യൽ നടത്തിയത്. പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡയറി കുറിപ്പുകൾ, അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക പരിശോധനകളാണ് നടത്തിയത്. ഇനി നിർണായകമായ ചില കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കാൻ പോവുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കത്ത് എഴുതിയിരിക്കുന്നത് KPCC പ്രസിഡന്റ് K സുധാകരൻ ആയതിനാൽ അദ്ദേഹത്തെയും ഒരുപക്ഷെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നു. അത് ഒരുപക്ഷെ ഈ കേസ് നിർണായകവുമാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. ആ വിധത്തിൽ നേരത്തെ ഈ കത്ത് ലഭിച്ചിരുന്നെന്നും മറ്റുമുള്ള കാര്യം KPCC അധ്യക്ഷനാണ് സ്ഥിരീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഈ കേസിൽ ചോദ്യം ചെയ്തേക്കാം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിവരം നമുക്ക് ഏതായാലും പങ്കുവെക്കാനുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് പറയാം. ഏതായാലും ആ വിധത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നും ആ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഇവരെ ചോദ്യം ചെയ്യുന്നത് തുടരും. നാളെയും ആ വിധത്തിൽ ചോദ്യം ചെയ്യുന്നത് തുടരും. പിന്നീടായിരിക്കും അറസ്റ്റും ജാമ്യത്തിൽ വിടുന്ന നടപടിക്രമങ്ങളും എല്ലാം ഉണ്ടാവുക. പ്രധാനപ്പെട്ടത് IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യലാണ്. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ അദ്ദേഹത്തിനോട് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസങ്ങളിൽ നിർബന്ധിത കസ്റ്റഡിക്ക് വിധേയനായി ചോദ്യം ചെയ്യലിന് IC ബാലകൃഷ്ണൻ ഹാജരാകേണ്ടി വരും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് അന്വേഷണം
കടന്നു പോകുന്നത്. പ്രധാനമായും ഈ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടെല്ലാം ഇനിയും പോലീസിന് ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. ഈ പ്രതികളുമായി കോൺഗ്രസ് ഓഫീസിലേക്ക് ചെല്ലേണ്ടതുണ്ട്. DCC ഓഫീസിൽ നിന്ന് വരെ തെളിവുകൾ ശേഖരിക്കേണ്ട സാഹചര്യം എല്ലാം ഉണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നീക്കങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മനു, അതിനൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലെ സാമ്പത്തിക പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവിധ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും തെളിവുകളും എല്ലാം ഉണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു അന്വേഷണം നടത്തേണ്ടത് പ്രധാനമായും വിജിലൻസ് ആണ്.